എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നിങ്ങളുടെ മനസ്സിലെ ചോദ്യത്തിനുള്ള ടാരോട്ട് കാർഡ് റീഡിങ്ങിലൂടെ ഉള്ള ഉത്തരം നോക്കാം. ഇന്ന് നമ്മൾ 6 കാർഡ് വെച്ചിട്ടാണ് ടാരോട്ട് കാർഡ് റീഡിങ് ചെയ്യുന്നത്. ഇന്ന് കൃഷ്ണപക്ഷ പഞ്ചമിയാണ്. ദേവിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. കാർഡ് 1 വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കാർഡ് 2 ദി വേൾഡ് ആണ് വന്നിട്ടുള്ളത്. കാർഡ് 3 വന്നിട്ടുള്ളത് ടെമ്പറൻസ് ആണ്. കാർഡ് 4 ഡെത്ത് ആണ് വന്നിട്ടുള്ളത്. കാർഡ് 5 വന്നിട്ടുള്ളത് ദി സൺ ആണ്. കാർഡ് 6 ദി സ്റ്റാർ. ഇത്രയാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. കാർഡ് 1 വന്നത്, നമ്മൾ കാർഡ് 1 ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എടുക്കുന്നതാണ് കാർഡ് 1 പൊസിഷൻ. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ അതായത് ഭാഗ്യചക്രം അല്ലേ, അതായത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം ഇപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളത് അനുഭവിക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗ്യം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അത് വിധിയുടെ ഒരു കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംഭവിക്കുന്നതിനെ നമ്മൾ സാധാരണ വിധി എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരിയറിലാണെങ്കിലോ ഫിനാൻഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിലോ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലോ ഒക്കെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അത് യാദൃശ്ചികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അത് പോസിറ്റീവ് സംഭവിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ഒന്നും നടന്നിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അത് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കാർഡ് 2 പോവാം. കാർഡ് 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദി വേൾഡ് ആണ്. കാർഡ് 2 നമ്മളെപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന പൊസിഷനാണ്. അവിടെ നമുക്ക് ദി വേൾഡ് ആണ് വന്നിട്ടുള്ളത്. ദി വേൾഡ് ഇവിടെ പറയുന്നത്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അല്ലേ, ആ കഠിനാധ്വാനത്തിന് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ എൻഡിങ്ങിന് തിരയുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു സക്സസ്ഫുൾ എൻഡ് കിട്ടും, അല്ലെങ്കിൽ സക്സസ്ഫുൾ കൺക്ലൂഷനിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദി വേൾഡ് പറയുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യം, നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയകരമായ ഒരു എൻഡിങ് അല്ലേ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത് തന്നെ നിയർ ഫ്യൂച്ചറിൽ അല്ലേ അത് സംഭവിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു പൂർത്തീകരണത്തിൻ്റെ സംതൃപ്തിയുടെ ഒക്കെ സമയമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പരമാവധി നിങ്ങൾ ചെയ്തു എന്നും അതിലേക്ക് നിങ്ങൾ വിജയിക്കും എന്നും തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കാർഡ് 3 നോക്കാം. കാർഡ് 3 ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്, അതായത് സംയമനം, അതാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാർഡ് 3 നമ്മൾ സാധാരണ നിങ്ങളുടെ ഫിയേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത് എന്നൊക്കെ രീതിയിലുള്ള കാർഡ് നോക്കുന്നതാണ് കാർഡ് 3 പൊസിഷൻ. അപ്പോൾ അവിടെ ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. അത് പറയുന്നത്, നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു യോജിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊക്കെ നിങ്ങൾ സ്വയം പേടിക്കുന്ന അല്ലെങ്കിൽ സ്വയം ഭയപ്പെടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്.
ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമാധാനവും സന്തോഷവും ഒക്കെ തകർന്നു പോവും എന്ന് നിങ്ങൾ സ്വയം, അല്ലേ, അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഏത് വഴക്കുകൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഒരു ഹ്രസ്വകാലത്തേക്കുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷം ആസ്വദിക്കാനാണ് പറയുന്നത്. ഈ നിമിഷം നിങ്ങൾ സന്തോഷകരമായിട്ടും ശാന്തവുമായിട്ട് പോവുക എന്നുള്ളത് ആണ് വേണ്ടത്. ഇനിയിപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുക. അതാണ് നിങ്ങളുടെ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതിന് നിങ്ങളത് സ്ട്രെങ്ത്ത് നിങ്ങൾ സ്വയം ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ധൈര്യം ഉണ്ടാക്കുക, ക്ഷമ കാണിക്കുക, ജീവിതം സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് തന്നെ എത്തിപ്പെടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി കാർഡ് 4 നോക്കാം. കാർഡ് 4ൽ നമുക്ക് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. കാർഡ് 4 എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അവിടെ ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ സമ്പൂർണ്ണമായ അവസാനം, അല്ലേ, ഒരു കംപ്ലീറ്റ് എൻഡിങ് എന്നൊക്കെ പറയാം. അങ്ങനെ എൻഡിങ് എന്ന് പറയുമ്പോൾ അതങ്ങനെ എൻഡിങ് പോവുകയല്ല, ഒരു നല്ല തുടക്കത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ജീവിതം ഒരു വലിയ പരിവർത്തനം, ഒരു ചേഞ്ചിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മാറ്റം ചിലപ്പം ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ മാറ്റം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എങ്കിലും നിങ്ങൾ അതിൽ കൂടി കടന്നു പോവും എന്നാണ് പറയാനുള്ളത്. എന്നിട്ട് അതൊരു പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ സ്വതന്ത്രമായിട്ട് പോവും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കാർഡ് 5ലേക്ക് പോവാം. കാർഡ് 5 എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ളത് സണ്ണാണ്. ദി സണ്ണാണ് വന്നിട്ടുള്ളത്. അപ്പം അത് നമ്മൾ സാധാരണ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാനാണ് കാർഡ് 5 പൊസിഷൻ എടുക്കാറുള്ളത്. അവിടെ ദി സൺ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിജയം നേട്ടത്തിനൊക്കെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ അതിന് കുറച്ചൊരു കാലതാമസം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, അത് നിങ്ങൾ ആ വിജയത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിങ്ങളുടെ തലയിലേക്ക് അങ്ങനെ എത്തിപ്പെടുന്ന ഒരു വിജയം നിങ്ങൾക്കൊരു ലഹരിയായിട്ട് നിങ്ങളുടെ തലയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ എത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ എത്തിയാലും എന്നുവെച്ചാൽ വിജയം നിങ്ങൾ ആസ്വദിക്കുമ്പോൾ എളിമ മാറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കാലതാമസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കാത്തിരിക്കാനാണ് പറയുന്നത്. ഇനി ഇപ്പം കുട്ടികളുണ്ടാവുന്നതിന് ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ല ന്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം ദി സൺ എപ്പോഴും നമ്മുടെ കുട്ടികളെ ചുറ്റി നമ്മൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ് പറയുന്നത്. ഒരു നല്ല വാർത്തകൾ കേൾക്കാൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള ഒരു ചാൻസ് ഒക്കെയാണ് പറയുന്നത്. ഇനി കാർഡ് 6 എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയിട്ടുള്ളത് ദി സ്റ്റാറാണ്. അതൊരു സാധ്യതയുള്ള ഫലത്തിനെ കാണിക്കുന്ന പൊസിഷനാണ് കാർഡ് 6 എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ദി സ്റ്റാർ കിട്ടിയത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇത് പറയുന്നത് ഇതൊരു ഭാഗ്യത്തിൻ്റെ സമയമായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പം ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അതായത് ഭയങ്കര ഒരു പോരാട്ടം എന്നൊക്കെ പറയില്ലേ, സംഘർഷങ്ങളുടെ ഇടയിലൂടെ അല്ലെങ്കിൽ ഹൃദയവേദനയുടെ ഇടയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടത്തിൻ്റെ ശേഷം ഒരു നല്ല ആരോഗ്യം,
അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിലൊരു പുതിയ ആവേശം കിട്ടുക, ആ രീതിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ വല്ല രോഗാവസ്ഥയും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിനൊരു എൻഡിങ് അല്ലേ, ആ രോഗാവസ്ഥയിൽ നിന്ന് ഒരു ആരോഗ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പ്, അല്ലെങ്കിൽ ജീവിതത്തിനൊരു പുതിയ ആവേശം കിട്ടുക എന്ന് പറയാം, ആ രീതിയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഇനി പുതിയൊരു ലവ് അഫെയർ ആണെങ്കിൽ, ഒരു പുതിയ സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ ജോലി, അങ്ങനെ രീതിയിൽ പുതിയ ഒരു യാത്ര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങളോട് പൊയ്ക്കോളാൻ തന്നെയാണ്, മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് വരും തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പുതിയതിലേക്ക് നിങ്ങൾക്ക് പോയിക്കൊള്ളാനാണ് പറയുന്നത്. ആൻഡ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റെസണേറ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.